നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മാള ലിങ്ക് സെന്റർ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് ഹോസ്പീസ് ആകാനൊരുങ്ങുന്നു. നിലവിൽ നൽകുന്ന ഹോം കെയർ ഫിസിയോതെറാപ്പി സേവനങ്ങൾക്കൊപ്പം ഫിസിയോതെറാപ്പി, കിടത്തി ചികിത്സ, ഡയാലിസിസ്, കെയർ ഹോം എന്നീ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഹോസ്പീസായി പ്രവർത്തനം ഉയർത്തുക. ഇതിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടൽ കർമ്മവും നാളെ രാവിലെ 10 മണിക്ക് സെന്ററിൽ നടക്കും. ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിയിൽ 24 ചാനൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം മുഖ്യാതിഥിയായിരിക്കും. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. ആൽഫ കൊച്ചി സെന്ററിന്റെ ഈ വർഷത്തെ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ദുർഗ കൃഷ്ണ നിർവഹിച്ചു. സെന്ററിൽ നടന്ന പരിപാടിയിൽ ആദ്യ കൂപ്പൺ സെന്റർ ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് തനിക്ക് ആൽഫയിൽ നിന്ന് തന്റെ കുടുംബത്തിന് ലഭിച്ച സേവനങ്ങളെക്കുറിച്ചും ജീവിതാന്ത്യത്തിൽ ആരും ഒറ്റപ്പെടരുതെന്ന ആൽഫയുടെ സന്ദേശത്തെക്കുറിച്ചും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചത് കയ്യടികളോടെയാണ് യോഗം സ്വീകരിച്ചത്. സെക്രട്ടറി പ്രൊഫസർ ജെവി ദിവാകരൻ, ട്രഷറർ തോമസ് ജോസഫ്, മറ്റു ഭാരവാഹികളായ KU ബാവ, കുര്യൻ, സോമസുന്ദരൻ, പുരുഷോത്തമൻ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആൽഫ മാള സെന്റർ പുണ്യ റമദാനോടനുബന്ധിച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിഷമിക്കുന്നവന് സന്തോഷം നൽകാൻ ചെയ്യുന്ന പ്രവർത്തനമാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പുണ്യമായതെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി മനുഷ്യ സമൂഹത്തിന് നൽകിയ സന്ദേശമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മന്നാനി പറഞ്ഞു. ആ സന്ദേശം നടപ്പിലാക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. സെന്റർ പ്രസിഡന്റ് AA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു വർഗീസ്, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.